പുതുവർഷത്തിന്റെ വരവറിയിച്ച് ലോകമെമ്പാടും ആഘോഷം പൊടിപൊടിക്കുന്ന സമയത്ത് പാരീസിലെ തെരുവുകൾ നിശബ്ദമാണ്. ടോക്കിയോയിലെ കവലകൾ വിജനമാണ്. സിഡ്നിയിലെ ബീച്ചുകളിൽ ആഘോഷത്തിന് പകരം വിലാപമാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ ലോകം വാതിലുകൾ അടച്ചുപൂട്ടുന്നത്? ആഘോഷങ്ങളെ പോലും മരണഭയത്തിന്റെ നിഴലിലാക്കുന്ന ആ അദൃശ്യ ശത്രു ആരാണ്? നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭീതി വെറും ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് മാനവികതയെ വിഴുങ്ങാൻ വെമ്പുന്ന മതഭീകരത എന്ന മഹാമാരിയുടെ ആഗോള വ്യാപനമാണ്. ആഘോഷങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ ഭീതിയിലായ ലോക നഗരങ്ങളെ കുറിച്ച് അത് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലോസ് ആഞ്ചൽസിനെ തകർക്കാൻ മൊജാവെ മരുഭൂമിയിൽ ഗൂഢാലോചന നടന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. സ്ഫോടക വസ്തുക്കളുമായി ഒരു കൂട്ടം ഭീകരർ റിഹേഴ്സൽ നടത്തിയത് എന്തിനായിരുന്നു? ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി തങ്ങളുടെ വികലമായ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ അമേരിക്കൻ അധികൃതർ ഈ നീക്കം തകർത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എന്നാൽ പാരീസിലും ടോക്കിയോയിലും സിഡ്നിയിലും സ്ഥിതി വ്യത്യസ്തമാണ്. പാരീസിലെ സംഗീത പരിപാടികൾ റദ്ദാക്കി. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ രക്തം ചിന്തിയ വെടിവെപ്പിനെ തുടർന്ന് ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു. ജപ്പാൻ പോലും തങ്ങളുടെ ജനതയുടെ സുരക്ഷയോർത്ത് ആഘോഷങ്ങളിൽ നിന്നും പിന്തിരിയുകയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കേണ്ട ആകാശത്ത് ഇന്ന് ഭീകരതയുടെ കറുത്ത പുക പടരുകയാണ്. മതഭീകരതയുടെ ആഗോള മുഖങ്ങൾ ISIS, ഹമാസ്, ഹിസ്ബുള്ള എന്നിവരെല്ലാം. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മതത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്ന തീവ്രവാദ സംഘടനകളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകമെമ്പാടും വിതച്ച ഭീതിയുടെ വിത്തുകൾ ഇന്നും മുളപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിറിയയിലും ഇറാഖിലും അവർ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഹമാസും ഹിസ്ബുള്ളയും ഇന്ന് ലോക സമാധാനത്തിന് വെല്ലുവിളിയാകുന്നു. മതത്തിന്റെ മറവിൽ ആയുധമേന്തി സ്ത്രീകളെയും കുട്ടികളെയും വരെ ചാവേറുകളാക്കി മാറ്റുന്ന ഈ പ്രത്യയശാസ്ത്രം യഥാർത്ഥത്തിൽ ഒരു ക്യാൻസർ പോലെയാണ്. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ക്രൂരതകൾ നമ്മൾ കണ്ടു. മതമൗലികവാദം തലയ്ക്ക് പിടിച്ച് ഇക്കൂട്ടർക്ക് സ്നേഹമോ സമാധാനമോ അറിയില്ല. അവർക്കറിയാവുന്നത് രക്തം ചിന്തിക്കാൻ മാത്രമാണ്. ബംഗ്ലാദേശിലെ അലയൊലികളും ഇന്ത്യയുടെ കരുത്തും ഇന്ന് അയൽരാജ്യമായ ബംഗ്ലാദേശിലും മതഭീകരതയുടെ അലയൊലികൾ ശക്തമാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. ഈ തീ തീർച്ചയായും ഇന്ത്യയെയും ലക്ഷ്യം വെക്കുന്നുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. ഭാരതത്തിന്റെ മണ്ണിലും അസ്ഥിരതയുണ്ടാക്കാൻ അതിർത്തികൾക്കപ്പുറം ഇപ്പുറത്തു നിന്നും ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആ ഭീകരവാദികൾ ഓർക്കണം, ഇത് പഴയ ഇന്ത്യയല്ല. ഇന്ന് നമ്മൾ നയിക്കുന്നത് ശക്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ശത്രുവിന്റെ താവളത്തിൽ കയറി പ്രഹരിക്കാൻ മടിക്കാത്ത, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭീകരതയെ മുളയിലേ നുള്ളുന്ന ഒരു നവഭാരതമാണിത്. ഇന്ത്യയെ തൊടാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രഹരമായിരിക്കും. ഓരോ ഇന്ത്യക്കാരനും ഇന്ന് അഭിമാനത്തോടെ പറയുന്നത് ഭാരതത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. കേരളത്തിലെ ഭീഷണി നോക്കുമ്പോൾ SDPI, PFI എന്നിവയുടെ ഭീകരത ദേശീയ തലത്തിൽ തന്നെ ഭീകരതയെ നേരിടുമ്പോൾ നമ്മുടെ കേരളത്തിൽ പടരുന്ന ചില വിഷച്ചെടികളെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലെയുള്ള സംഘടനകളൊക്കെ നിരോധിച്ചത് അവരുയർത്തിയ വലിയ വലിയ ഭീഷണികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. സമാധാനത്തിന്റെ നാട്ടിൽ വർഗീയ വിഷം ചീറ്റാനും സായുധ പരിശീലനം നൽകാനും ശ്രമിച്ച ഇത്തരക്കാരെ പൂർണ്ണമായും അടിച്ചമർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിൽ ഇന്നും സജീവമായ SDPI പോലെയുള്ള രാഷ്ട്രീയ രൂപങ്ങളെ നമ്മൾ ഭയപ്പെടണം. കാരണം ഇതൊരു മിനി പാകിസ്ഥാനായി മാറുകയാണ്. ജനാധിപത്യത്തിന്റെ മറവിൽ തീവ്രവാദം വളർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. മതമൗലികവാദം കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ അനുവദിച്ചാൽ ഇന്ന് ലോക നഗരങ്ങളിൽ കാണുന്ന ആ ഭീതി നാളെ നമ്മുടെ തെരുവുകളിലും എത്തിയേക്കാം. വിമർശകർക്കുള്ളൊരു മറുപടി പറയാനുണ്ട്. അതായത് ലോകം ഭയക്കുന്നത് ആരെയാണ്? RSSനെയും BJPയും വിമർശിക്കുന്നവരോട് ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ലോകം എന്ന് ഭയപ്പെടുന്നത് ആരെയാണ്? ഭാരതീയ സംസ്കാരത്തെയും ദേശീയതയെയും മുറുകെ പിടിക്കുന്ന RSSനെയോ അതോ ലോകം മുഴുവൻ ബോംബെറിയുന്ന ജിഹാദി ഭീകരരെയോ? അവരൊരു വിളി ഉയർത്തിയാൽ അപ്പോൾ ജനങ്ങൾ പേടിച്ചോടും. എന്തുകൊണ്ടാണ്? ശാഖകളിൽ വ്യായാമം ചെയ്യുന്നവരെയല്ല ലോകം ഭയപ്പെടുന്നത്, മറിച്ച് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ജിഹാദ് എന്ന പേരിൽ നിരപരാധികളുടെ തല അറക്കുന്നവരെയാണ്. സിറിയയിലും യമനിലും ലിബിയയിലും ഇന്നും രക്തം ഒഴുകുന്നത് ആരുടെ ചെയ്തികൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദുത്വത്തെയും ദേശീയതയെയും വിമർശിക്കുന്നവർ ഭീകരവാദത്തിന്റെ ഇരകളാകുന്ന സാധാരണ ജനങ്ങളെ കാണുന്നില്ല. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാതെ സ്വന്തം നാടിനെ സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് ആത്മഹത്യാപരമാണ്. ഭീകരതയുടെ വേരിറക്കുന്ന നവഭാരതം ലോകം മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന ഭാരതീയ ചിന്താഗതിക്ക് നേരെയാണ് ഇന്ന് ജിഹാദി ഭീകരത അതിന്റെ വിഷപ്പല്ലുകൾ പുറത്തെടുക്കുന്നത്. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് മുതൽ ഹമാസ് വരെയുള്ള സംഘടനകൾ മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്. ഇത് 1990കളിലെ നിസ്സഹായമായ ഭാരതമല്ല. ശത്രുവിന്റെ ഗുഹയിൽ കയറി അവരെ തകർക്കാൻ ശേഷിയുള്ള, ലോകത്തിന് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ ഭാരതമാണിത്.
മതഭീകരതയുടെ ആഗോള ശൃംഖലകൾ ഇന്ന് ഇന്ത്യയെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം അതിർത്തി കടന്നു വരുന്ന ഓരോ ഭീഷണിക്കും ലഭിക്കുന്നത് സമാനതകളില്ലാത്ത പ്രഹരമാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ പടർന്നു പന്തലിക്കാൻ ശ്രമിച്ച ഭീകരവാദത്തിന്റെ വേരുകൾ അറുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതും ഭീകരവാദത്തിന്റെ ഫണ്ടിംഗ് നൽകുന്ന ഉറവിടങ്ങൾ തകർത്തതും വഴി മോദി സർക്കാർ തെളിയിച്ചത് ഭാരതത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ്. ബംഗ്ലാദേശിൽ ഇന്ന് നമ്മൾ കാണുന്ന അശാന്തിയുടെ അലയൊലികൾ ഇന്ത്യയിലേക്ക് പടർത്താൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം: ഭാരതത്തിന്റെ സൈന്യവും ഭരണകൂടവും ഇന്ന് ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ്. അയൽ രാജ്യങ്ങളിൽ മതമൗലികവാദം ആളിപ്പടരുമ്പോൾ, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനും സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാനും ഭാരതത്തിന് നല്ലതുപോലെ അറിയാം. അതിനാരും പഠിപ്പിക്കേണ്ട. ജിഹാദി ഗ്രൂപ്പുകൾ വിഭാവനം ചെയ്യുന്ന വികലമായ ലക്ഷ്യങ്ങൾ ഭാരത മണ്ണിൽ വിലപ്പോകില്ല. നമ്മുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളെ മാത്രമല്ല, അവർക്ക് കുടപിടിക്കുന്ന ആഭ്യന്തര ശത്രുക്കളെയും തിരിച്ചറിയേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിന്റെ മണ്ണിൽ സമാധാനമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് മതവിദ്വേഷം കുത്തിവയ്ക്കാൻ ശ്രമിക്കുന്ന PFI, SDPI തുടങ്ങിയ സംഘടനകൾക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ അവസാനിച്ചിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഭീകരവാദത്തിനെതിരെയുള്ള നിർണായകമായ ഒരു യുദ്ധമുറയായിരുന്നു. മതപ്രീണനത്തിന്റെ പേരിൽ ഇത്തരം വിനാശകാരികളെ താലോലിച്ച രാഷ്ട്രീയ ശൈലിക്ക് ഭാരതത്തിൽ നിന്ന് സ്ഥാനമില്ല. ഭീകരവാദത്തിന് ഒരു മതവുമില്ല. ആ പൊള്ളയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി യഥാർത്ഥ ശത്രുവിനെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവർ കാണാതെ പോകുന്നത് ലോകം മുഴുവൻ ഭയക്കുന്ന ആ കറുത്ത യാഥാർത്ഥ്യത്തെയാണ്. RSSനെയും BJPയെയും വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ കണ്ണു തുറന്ന് ലോകത്തെ നോക്കണം. ലണ്ടനിലെ തെരുവുകളിലും പാരീസിലെ നഗരങ്ങളിലും ടോക്കിയോയിലെ ജംഗ്ഷനുകളിലും ഇന്ന് പോലീസ് കാവൽ നിൽക്കുന്നത് ആരെ ഭയന്നുകൊണ്ടാണ്? സിഡ്നിയിലെ ജൂത സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത് ആരുടെ ഭീഷണി മൂലമാണ്? തീർച്ചയായും അത് RSSനെയോ BJPയോ ഭയന്നല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഒരു ഖിലാഫത്തിന് കീഴിലാക്കാൻ രക്തം ചിന്തുന്ന ജിഹാദി ഭീകരതയെ ഭയന്നുകൊണ്ടാണ്. ദേശസ്നേഹത്തെ വർഗീയതയായി മുദ്രകുത്തുന്നവർ യഥാർത്ഥത്തിൽ ഭീകരവാദത്തിന് വളമിട്ട് കൊടുക്കുന്നവർ തന്നെയാണ്. ഭാരതത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന സംഘടനകളെ വിമർശിക്കുന്നതിന് മുമ്പ് ലോകം മുഴുവൻ അശാന്തി വിതയ്ക്കുന്ന ആഗോള ഭീകരവാദത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഇക്കൂട്ടർക്ക് ധൈര്യമുണ്ടോ? ഇന്ന് ലോക നഗരങ്ങൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ, ആഘോഷങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠം ഒന്ന് മാത്രമാണ്: ഭീകരതയോടുള്ള വിട്ടുവീഴ്ച ഭീരുത്വമാണ്. ആഗോള ജിഹാദി സംഘടനകളുടെ അന്ത്യം കുറിക്കാൻ ലോകം ഒന്നിക്കേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയെ തൊടാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭീകരവാദിയും അറിയണം, നിങ്ങളുടെ നാശത്തിനുള്ള വിത്തുകൾ ഇവിടെ തന്നെ പാകപ്പെടും. വരും തലമുറയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഭീകരതയുടെ ഈ വിഷപ്പുക പടരുന്ന മതമൗലികവാദത്തെ നമുക്ക് പൂർണ്ണമായും തൂത്തെറിയാം. ഭാരതത്തിന്റെ കരുത്തിൽ വിശ്വാസം അർപ്പിക്കാം. ഇത് ധീരമായ നവഭാരതത്തിന്റെ യുഗമാണ്. ഇവിടെ ഭീകരതയ്ക്ക് മാപ്പില്ല, പകരം അടിച്ചമർത്തൽ മാത്രമാണ് മറുപടി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലോകം ആരെയാണ് ഭയക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ ഉറക്കെ തന്നെ വിളിച്ചു പറയുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.